ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ചെയ്യുന്നത് റെസൊണൻസ് കോളം എക്സ്പെരിമെൻ്റ് ആണ്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ടു ഫൈൻഡ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് റൂം ടെമ്പറേച്ചർ. ടു ഫൈൻഡ് വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഏത് എയിമാണോ പറയുന്നത് അത് മാത്രം ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതിൻ്റെ തിയറിയും ചെയ്യുന്ന മെത്തേഡും കാൽക്കുലേഷനും എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറയുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആകും. അതുകൊണ്ട് ഇന്ന് ചെയ്യുന്ന മെത്തേഡ് മാത്രമാണ് കാണിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം ഇത് ചെയ്യാനായിട്ട് ട്യൂണിംഗ് ഫോർക്ക് വേണം. ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി ഇവിടെ എഴുതിയിട്ടുണ്ട്. പല ഫ്രീക്വൻസികളുടെ ട്യൂണിംഗ് ഫോർക്കാണ് എടുത്തിട്ടുള്ളത്. 480, 384, 512 അങ്ങനെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയുള്ള ട്യൂണിംഗ് ഫോർക്ക്. പിന്നെ ഒരു റബ്ബർ ഹാമർ. ഇതാണ് റെസൊണൻസ് കോളം അപ്പാരറ്റസ്. ഓരോ സ്കൂളിലും പലതരത്തിലുള്ള അപ്പാരറ്റസുകളാണ് ഉള്ളത്. ഇപ്പം ഇതിൽ മൂവബിൾ പൈപ്പ്, ഇതിങ്ങനെ നമുക്ക് മൂവ് ചെയ്യിക്കാം. ഇത് ഫിക്സഡ് ആണ്. ഇനി ഇതിൽ വാട്ടർ കോളം കാണുന്നുണ്ട് അല്ലേ? ഇതാണ് വാട്ടർ കോളം. ഇവിടെ എയർ കോളം. ഇവിടെ സ്കെയിലുണ്ട്. ഇപ്പം ഇവിടെ ഈ അപ്പാരറ്റസിൽ സ്കെയിൽ ഇതിനോടൊപ്പം ഫിക്സ് ചെയ്തിട്ടുണ്ട്. മറ്റ് ചില അപ്പാരറ്റസിൽ നമ്മൾ സ്കെയിൽ അഡീഷണലായിട്ട് പിടിച്ചാണ് റീഡിംഗ് എടുക്കുന്നത്. സ്കെയിൽ അതിനോടൊപ്പം ഉണ്ടാവണമെന്നില്ല. വാട്ടർ ലെവൽ കണ്ടല്ലോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുവരെയുള്ളതാണ് വാട്ടർ ലെവൽ. ഇതാണ് റീഡിംഗ് എടുക്കുന്ന ലെവൽ. സ്കെയിലിനോട് ചേർന്ന് ഇവിടെ നിന്ന് നമ്മൾ റീഡിംഗ് എടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് എയർ കോളം. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ പാർട്സായിട്ട് വരുന്നത്. ഇതാണ് ടാബുലാർ കോളം. ഞാനിവിടെ ആദ്യം എടുക്കുന്ന ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി 512 ആണ്. അതുകൊണ്ട് ഇവിടെ 512 എന്ന് എഴുതി. ഇനി ഫസ്റ്റ് റെസൊണേറ്റിംഗ് ലെങ്ത്ത്, സെക്കൻഡ് റെസൊണൻസ് ലെങ്ത്ത്. അപ്പോൾ അതിൽ ചെയ്യാൻ തുടങ്ങുകയാണ്. ട്യൂണിംഗ് ഫോർക്ക് പിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ ട്യൂണിംഗ് ഫോർക്ക് ഒരിക്കലും ഇങ്ങനെ അടച്ച് പിടിക്കരുത്, വൈബ്രേറ്റ് ചെയ്യില്ല. ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഹാമറിൽ അടിച്ച് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാം. ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഹാമർ റൈറ്റ് ഹാൻഡിൽ പിടിക്കുകയോ ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുകയോ ചെയ്യാം. ട്യൂണിംഗ് ഫോർക്ക് അടച്ച് പിടിക്കരുത്. ട്യൂണിംഗ് ഫോർക്ക് ഇവിടെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യിക്കാം. ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യിച്ചതിന് ശേഷം ഈ പൈപ്പിനുള്ളിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഈ ലെവലിലാണ് വെള്ളമുള്ളത്. ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. സൗണ്ട് ചെറുതായിട്ട് വരുന്നുണ്ട്. ഒരു കാരണവശാലും ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കരുത്. ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ വൈബ്രേഷൻ രണ്ട് സൈഡിലേക്ക് പോവുകയുള്ളൂ. ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. സൗണ്ട് കേൾക്കാനായിട്ട് ചെവി അടുത്ത് കൊണ്ട് വെക്കുകയോ ഇത് ഇതിനുള്ളിലേക്ക് വെക്കുകയോ ഒന്നും തന്നെ ചെയ്യേണ്ട. ഇപ്പോൾ ചെറുതായിട്ട് സൗണ്ട് വരുന്നുണ്ട്. എയർ കോളത്തിൻ്റെ വൈബ്രേഷനും ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷനും മാക്സിമം ഈക്വൽ ആകുന്ന കണ്ടീഷനിലാണ് റെസൊണൻസ് സംഭവിക്കുന്നത്. അതിനെയാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. റെസൊണൻസ് ഫസ്റ്റ് ഇയറിൽ വേവ്സിലും ഓസിലേഷൻസിലും ഒക്കെ പഠിച്ചിട്ടുള്ളൊരു ഫിനോമിനനാണ്. എന്താണെന്ന് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇവിടെ റെസൊണൻസ് സംഭവിക്കുമ്പോഴാണ് മാക്സിമം സൗണ്ട് വരുന്നത്. നമുക്കിവിടെ റീഡിംഗ് എടുക്കേണ്ടത് മാക്സിമം സൗണ്ട് വരുമ്പോഴാണ് റീഡിംഗ് എടുക്കേണ്ടത്. ഇത് ഫസ്റ്റ് ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ആദ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ സൗണ്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതിനായിട്ട് ഈ പൈപ്പ് പതുക്കെ പതുക്കെ ഒറ്റയടിക്ക് പൊക്കരുത്, വളരെ പതുക്കെ വേണം പൊക്കി വരണം. ആദ്യം കിട്ടുന്നതിനേക്കാൾ മാക്സിമം സൗണ്ട് കിട്ടുന്നുണ്ട് എങ്കിൽ അവിടെ വെച്ച് പോസ് ചെയ്യണം. ഇപ്പോൾ സൗണ്ട് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നമുക്ക് ഒന്നും കൂടെ കൺഫേം ചെയ്യാം. ഈ ഒരു പൊസിഷനിലാണ് മാക്സിമം സൗണ്ട് വന്നിരിക്കുന്നത്. ഇനി അതിനേക്കാൾ കൂടുതൽ സൗണ്ട് കിട്ടുന്നുണ്ടെന്നറിയാനായിട്ട് പതുക്കെ പൊക്കി നോക്കാം. സൗണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സൗണ്ട് കുറയുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ പൊസിഷൻ, അതായത് മാക്സിമം സൗണ്ട് കിട്ടിയ പൊസിഷൻ തന്നെ എടുക്കാം. ആ പൊസിഷൻ ഇവിടെയാണ് മാക്സിമം സൗണ്ട് വരുന്നത്. അപ്പോൾ അവിടെ ഫിക്സ് ചെയ്യുക. അവിടെ ഫിക്സ് ചെയ്തിട്ട് ഇവിടെ ഈ വാട്ടർ ലെവലിൻ്റെ അവിടെ നിന്ന് ഈ സ്കെയിൽ ഇവിടെ റീഡിങ് കാണിക്കുന്നുണ്ട്. ഈ വാട്ടർ ലെവലിൻ്റെ അവിടെ നിന്നുള്ള റീഡിംഗ് ആണ് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ മാക്സിമം സൗണ്ട് കിട്ടിയ പൊസിഷൻ കണ്ടുപിടിച്ചു. ഇനി ചെയ്യേണ്ടത് ഈ വാട്ടർ ലെവലിൻ്റെ അവിടെ നിന്ന് ഇവിടെ കാണിക്കുന്ന റീഡിംഗ് എടുക്കുക. അതായത് ഇരുന്നു കൊണ്ട്
നേരെ, അതായത് പാരലാക്സ് എറർ ഒന്നുമില്ലാതെ നേരെ നോക്കിയെടുക്കണം. ഇപ്പോൾ ഇവിടെ 17 ആണ് കാണിക്കുന്നത്. ഇവിടെ ഞാൻ ഫസ്റ്റ് റെസൊണേറ്റിംഗ് ലെങ്ത് എന്ന് പറയുന്ന കോളത്തിൽ 1 എന്നുള്ള ഭാഗത്ത് 17 എന്ന് പറയുന്ന റീഡിങ് എഴുതി. ഇനി ഇവിടെ 2 എന്ന് കാണുന്നുണ്ടല്ലോ. സ്ക്രൂ ഗേജും വെർനിയറും ഒക്കെ ചെയ്യുമ്പോൾ എറർ കുറയ്ക്കാനായിട്ട് 4-5 തവണ റീഡിങ്സ് എടുക്കാറുണ്ട്. അതേ ഉള്ളൂ, ഒരേ ഫ്രീക്വൻസിക്ക്, അതായത് ട്യൂണിംഗ് ഫോർക്ക് മാറ്റാതെ ആ സെയിം ഫ്രീക്വൻസിക്ക് ചെയ്ത എക്സ്പെരിമെൻ്റ് തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതാണ് ഇവിടെ 2 എന്ന് കാണിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. വൈബ്രേറ്റ് ചെയ്യിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നു. പൈപ്പ് പതുക്കെ മുകളിലേക്ക് പൊക്കുന്നു. സൗണ്ട് കൂടുന്നുണ്ടോ നോക്കുക. സൗണ്ട് കൂടുന്നില്ല, കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം റെസൊണൻസ് സംഭവിക്കുന്നത് ആദ്യത്തെ പോയിന്റിൽ തന്നെയാണ്. ഇവിടെയാണ് റെസൊണൻസ് സംഭവിക്കുന്നത്, അവിടെയാണ് മാക്സിമം സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. അവിടെ നമ്മളിവിടെ റീഡിങ് എടുക്കുകയാണ്. പിന്നെ അതിന് മുകളിലേക്ക് സൗണ്ട് കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് റെസൊണേറ്റിംഗ് ലെങ്ത് ഈ 512 എന്ന് പറയുന്ന ഫ്രീക്വൻസിയുടെ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫസ്റ്റ് റെസൊണേറ്റിംഗ് ലെങ്ത് ഈ പൊസിഷനിലാണ്. റീഡിങ് നമുക്ക് നോക്കാം. ഈ വാട്ടർ ലെവലിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസാണ് ഫസ്റ്റ് റെസൊണേറ്റിംഗ് ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത്താണ് L1 എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ വീണ്ടും നമുക്ക് 17 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 എന്ന് പറയുന്ന കോളത്തിൽ വീണ്ടും 17 എഴുതി. കാൽക്കുലേഷൻ പിന്നീട് പറയാം. ഇനി കാണേണ്ടത് ഈ ഫ്രീക്വൻസിയുടെ സെക്കൻഡ് റെസൊണൻസ് ലെങ്ത് ആണ്. അതായത് ഫസ്റ്റ് റെസൊണേറ്റിംഗ് ലെങ്ത്തിൻ്റെ ഏതാണ്ട് 3 ടൈംസ്, കറക്റ്റ് ഒന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് പറയുന്നത്. ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഏതാണ്ട് 3 ടൈംസ് ആണ് സെക്കൻഡ് റെസൊണൻസ് ലെങ്ത് വരുന്നത്. അപ്പോൾ 70ൻ്റെ 3 ടൈംസ് എന്ന് പറയുമ്പോൾ 51 ആണ്. അപ്പോൾ കറക്റ്റ് 51ൽ കൊണ്ടുപോയി വെക്കരുത്. ഒരു 45 മുതൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ചെയ്ത് നോക്കാം. ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യിച്ചു, ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരുന്നു. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ഇനി ഇതിനേക്കാളും മാക്സിമം സൗണ്ട് പലതരത്തിൽ കേൾക്കും. അതിൽ കേൾക്കുന്നതിൽ മാക്സിമം സൗണ്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. കുറയുന്നു അല്ലേ. വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ആ പൊസിഷനിലൊന്നും നമുക്ക് മാക്സിമം സൗണ്ട് വരുന്നില്ല. വീണ്ടും നമുക്ക് താഴെ നിന്ന് വീണ്ടും ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഇവിടെ സൗണ്ടുണ്ട്. സൗണ്ട് കുറയുന്നു. അപ്പം മാക്സിമം സൗണ്ട് കിട്ടുന്ന പൊസിഷൻ തന്നെ കണ്ടുപിടിക്കാം. കേട്ടല്ലോ, മാക്സിമം സൗണ്ട് ഈ ഒരു പൊസിഷനിലാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ സെക്കൻഡ് റെസൊണേറ്റിംഗ് ലെങ്ത് എന്ന് പറയുന്നത് മാക്സിമം സൗണ്ട് കേൾക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഈ വാട്ടർ ലെവലിൻ്റെ അവിടെയുള്ള റീഡിംഗ് എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ ഇവിടുത്തെ L2 എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ ഇനി സെക്കൻഡ് റെസൊണൻസ് ലെങ്ത് L2 എന്ന് പറയുന്നത് ഒരു തവണയും കൂടെ ചെയ്ത് നോക്കണം. കഴിഞ്ഞതിൽ 1, 2 എന്ന് പറഞ്ഞ് ചെയ്തില്ലേ, ഫസ്റ്റ് റെസൊണേറ്റിംഗ് ലെങ്ത്തിൻ്റെ അവിടെ നമുക്ക് 17 കിട്ടി. ഇവിടെ ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ്. ചെയ്യുന്ന മെത്തേഡ് ഇനി കാണിക്കുന്നില്ല. കാരണം നിങ്ങൾക്കത് വീഡിയോയുടെ ലെങ്ത്ത് കൂടും, അതുകൊണ്ട് ചെയ്ത് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും എനിക്ക് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 50 തന്നെയാണ്. അപ്പോൾ രണ്ടാം തവണയും സെക്കൻഡ് റെസൊണൻസ് ലെങ്ത് L2 എന്ന് പറയുന്നത് 50 തന്നെയാണ് നിൽക്കുന്നത്. ഇനി അടുത്ത ടോണിംഗ് ഫോർക്ക് എടുത്തു. ഈ ടോണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 480 ആണ്. അപ്പോൾ 480യുടെ ഫസ്റ്റ് റെസൊണേറ്റിംഗ് ലെങ്ത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ചെയ്യുന്ന പ്രൊസീജിയർ, മെത്തേഡ്, കാര്യങ്ങളെല്ലാം സെയിം ആണ്. ട്യൂണിംഗ് ഫോർക്ക് ഒന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും താഴെയാണ് വെച്ചിട്ടുള്ളത്. വൈബ്രേറ്റ് ചെയ്യിക്കുന്നു. വൈബ്രേറ്റ് ചെയ്യിച്ച് ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരുന്നു. സൗണ്ട് ഒന്നും തന്നെ കേൾക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? പൈപ്പ് പതുക്കെ മുകളിലേക്ക് പൊക്കിക്കൊണ്ടുവരുന്നു. സൗണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. മാക്സിമം സൗണ്ട് കിട്ടുന്നത് വരെ ചെയ്യണം. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. അതിൽ നമുക്ക് മാക്സിമം സൗണ്ട് എവിടെയാണോ കിട്ടുന്നത് അവിടെ വെച്ച് പോസ് ചെയ്യാം. ഇനി മുകളിലേക്ക് സൗണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലേക്ക് പോകും തോറും സൗണ്ട് കുറയുന്നത് കൊണ്ട് ഞാൻ വീണ്ടും സൗണ്ട്
മാക്സിമം വരുന്ന ഒരു പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇനി മുകളിലേക്ക് പോയിട്ട് കാര്യമില്ല, സൗണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിതാ തിരിച്ച് സൗണ്ട് കേൾക്കുന്ന പൊസിഷനിലേക്ക് ചെയ്ത് നോക്കുകയാണ്. ഇവിടെയാണ് മാക്സിമം സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ നമുക്കിനി റീഡിംഗ് എടുക്കാം. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ഫസ്റ്റ് റെസൊണന്റ് ലെങ്ത് എന്ന് പറയുന്നത് ഈ പോയിന്റ് മുതൽ ഈ വാട്ടർ ലെവൽ വരെയുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ റീഡിംഗ് എന്ന് പറയുന്നത് കിട്ടിയിരിക്കുന്നത് 20 ആണ്. അപ്പോൾ ടൂണിംഗ് ഫോർക്കിൻ്റെ ഫസ്റ്റ് റെസൊണന്റ് ലെങ്ത് L1 20 ആണ്. ഇനി ടൂണിംഗ് ഫോർക്ക് മാറ്റാതെ, അതായത് ഇതേ ഫ്രീക്വൻസിക്ക് ഇത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ 2 ടൈംസ് ആണല്ലോ എറർ കുറയ്ക്കാൻ വേണ്ടി റീഡിങ്സ് എടുക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കുന്നു. നമുക്കിപ്പോൾ കിട്ടുന്നതിനേക്കാൾ മാക്സിമം സൗണ്ട് കിട്ടുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യണം. അങ്ങനെ മുകളിലേക്ക് പോകും തോറും സൗണ്ട് കൂടി വരുന്നുണ്ട്. ഈ മുകളിലേക്ക് പോകും തോറും സൗണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുകളിലേക്ക് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നേരത്തെ മാക്സിമം സൗണ്ട് കിട്ടിയെടുത്ത് പോസ് ചെയ്യുകയാണ്. ഇവിടെയാണ് മാക്സിമം സൗണ്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ച് റീഡിംഗ് എടുക്കുകയാണ്. വീണ്ടും വാട്ടർ ലെവലിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഈ 480 എന്ന് പറയുന്ന ടൂണിംഗ് ഫോർക്കിൻ്റെ ഫസ്റ്റ് റെസൊണന്റ് ലെങ്ത്ത് നമുക്ക് കിട്ടുന്നത് 20 ആണ്. ഇനി 3 ടൈംസ് ആണ് സെക്കൻഡ് റെസൊണന്റ് ലെങ്ത്ത് L2 വരുന്നത്. 3 ടൈംസ് എന്ന് പറയുമ്പോൾ 20യുടെ 3 ടൈംസ് എന്ന് പറയുമ്പം 60 ആയിരിക്കും. അപ്പോൾ കറക്റ്റ് 60യിൽ കൊണ്ട് വെക്കുന്നില്ല, നമ്മളൊരു 55ൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ചെയ്യുന്നത് സെക്കൻഡ് റെസൊണന്റ് ലെങ്ത്ത് കണ്ടുപിടിക്കുകയാണ്. അതിനായിട്ട് ടൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യിച്ച് ഇവിടെയൊന്നും സൗണ്ട് ഇവിടെ മിനിമമാണ് കിട്ടുന്നത്. നമുക്കിനി മാക്സിമം സൗണ്ടിലേക്ക് പോകണം. മാക്സിമം സൗണ്ട് കിട്ടുന്നത് വരെ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. വൈബ്രേറ്റ് ചെയ്യിച്ച് ഈ ഒരു പോയിന്റിലാണ് നമുക്ക് മാക്സിമം സൗണ്ട് കിട്ടുന്നത്. അതിൻ്റെ മുകളിലേക്ക് സൗണ്ട് കുറയുകയാണ് ചെയ്യുന്നത്, താഴേക്ക് സൗണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പൊസിഷൻ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് റീഡിംഗ് എടുക്കാം. റീഡിംഗ് ടോപ്പിൽ നിന്ന് ഈ വാട്ടർ ലെവൽ വരെ ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് 56 ആണ്. ഈ 480 എന്ന് പറയുന്ന ടൂണിംഗ് ഫോർക്കിൻ്റെ സെക്കൻഡ് റെസൊണന്റ് ലെങ്ത്ത് L2 56 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ടൂണിംഗ് ഫോർക്ക് മാറ്റാതെ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് സെക്കൻഡ് റെസൊണന്റ് ലെങ്ത്ത് കണ്ടുപിടിക്കുന്നു. അത് ഞാൻ വീഡിയോയിൽ ഇനി കാണിക്കുന്നില്ല. അത് എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്ത് L2 വീണ്ടും കണ്ടുപിടിക്കുക. റീഡിങ്സ് ഇങ്ങനെ എഴുതി ഇതിൻ്റെ കാൽക്കുലേഷൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.